ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് അച്ചുവിന് നെബുലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. കൂടാതെ തന്നെ നൈറ്റ് ഒരു ഫുഡ് അടിയും കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പുണ്യാളൻ ഓട്ടോയിലാണ് ഇന്നത്തെ യാത്ര കേട്ടോ. പോകുന്ന വഴിക്ക് നമ്മുടെ അച്ചു ഉറക്കമായി. അക്കുവാണെങ്കിൽ വളരെ ഹാപ്പി ആയിട്ട് പുറത്തെ കാഴ്ചകളെ കണ്ട് അങ്ങനെ രസിച്ചിരിക്കുകയാണ്. സാധാരണ എന്നും ഹോസ്പിറ്റലിൽ നൈറ്റ് വളരെയധികം തിരക്ക് കാണപ്പെടുന്നതാണ്. പക്ഷേ ഇന്ന് എന്തോ ഭാഗ്യം, തിരക്ക് വളരെ കുറവായിരുന്നു. എന്തായാലും നേരത്തെ തന്നെ നമുക്ക് നെബുലൈസേഷനും എല്ലാം കഴിഞ്ഞ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അടുത്ത് എങ്ങോട്ടാണ് പോകേണ്ടത്? അതെ, ഫുഡ് അടി. അതില്ലാതെ ഒരു യാത്രയും നമുക്കില്ലല്ലോ. അങ്ങനെ നമ്മൾ പെരിങ്ങമല ഭാഗത്തുള്ള ഹോട്ടൽ NDDയിൽ എത്തി. ഇവിടുത്തെ ബെറോട്ടയും ബീഫും അസാധ്യ ടേസ്റ്റാണ് കേട്ടോ. ഹോട്ടൽ എത്തിയപ്പോഴേക്കും അച്ചുകുട്ടൻ്റെ ഉറക്കമെല്ലാം മാറി. അക്കുവാണെങ്കിൽ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ബെറോട്ടയും ബീഫും എത്തി. പക്ഷെ അവന് ബീഫിനേക്കാൾ ഏറ്റവും ഇഷ്ടം ചിക്കൻ ഫ്രൈ ആണ്. ഞാൻ എന്തായാലും കുറച്ച് ബെറോട്ടയും ഒരു ചെറിയ കഷ്ണം ബീഫും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവുകയാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇത് കണ്ടിട്ട് അക്കുവിനും സഹിക്കാൻ വയ്യാതെ അവനും എടുത്ത് കഴിച്ചു നോക്കി. അവന് എന്തായാലും ഇഷ്ടമായി. അപ്പോഴേക്കും അവൻ്റെ സ്പെഷ്യൽ ഐറ്റം വന്നു. അവൻ എപ്പോഴും ചിക്കൻ ഫ്രൈ ആണ് ഇഷ്ടം. അങ്ങനെ അച്ചുകുട്ടനും ഫുഡൊക്കെ കൊടുത്ത് നമ്മളെല്ലാവരും ഹാപ്പി ആയിട്ട് അവിടെ നിന്ന് പിന്നെ ഇറങ്ങി. എല്ലാവരും പ്ലേറ്റെല്ലാം കാലിയാക്കി. കുറച്ച് കറികൾ മാത്രം ബാക്കി. ചായയൊക്കെ കുടിച്ചിട്ട് അവിടെ നിന്ന് എന്തായാലും നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി. പിന്നെ നമ്മൾ വേറൊരിടത്തേക്കൊന്നുമല്ല പോയത്. അവിടെ നിന്ന് നേരെ തിരിച്ച് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് തന്നെയാണ് വന്നത് ഗൈസ്. നമ്മൾ വീടെത്തുന്നതിന് മുമ്പ് ഒരു കുഞ്ഞു തോടുണ്ട് കേട്ടോ. രാത്രി ആയപ്പോഴത്തേക്ക് അവിടുത്തെ പോസ്റ്റിലെ വെട്ടം കണ്ടിട്ട് കുറച്ച് മീനുകളൊക്കെ അവിടെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ പിള്ളേർക്ക് അതെല്ലാം കാട്ടിക്കൊടുത്തിട്ട് നേരെ വീട്ടിൽ തന്നെ എത്തി നമ്മൾ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ.